ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. വൈദ്യുതി എന്താണെന്നും അതുപോലെ തന്നെ അതിനെ ബാധിക്കുന്ന ഘടകങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് റെസിസ്റ്ററുകൾ അല്ലെ, പ്രതിരോധകങ്ങൾ എങ്ങനെയൊക്കെ ഒരു സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്യാം അഥവാ ക്രമീകരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. രണ്ട് രീതികളുണ്ടായിരുന്നു, സീരീസും പാരലൽ അല്ലേ, ശ്രേണി രീതിയും സമാന്തര രീതിയും. അപ്പോൾ അത് രണ്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന കാര്യം ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് വൈദ്യുതിയുടെ താപഫലത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഒരുപാട് എഫക്ട്സ് ആദ്യമേ പറഞ്ഞായിരുന്നു, ടാബുലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട് അല്ലേ, താപഫലം, പ്രകാശഫലം, രാസഫലം അല്ലേ, കെമിക്കൽ എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്ന ഫലം എന്ന് പറയുന്നത് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റാണ്, താപഫലം. അപ്പോൾ ഈ പറയുന്ന താപഫലത്തിനകത്ത് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് എന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, താപഫലം, വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൽ ഉദാഹരണങ്ങൾ പറയാം അല്ലേ. ഇലക്ട്രിക് ബൾബ് ഉണ്ട് അല്ലേ, ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അയൺ ബോക്സ്, ഇവയെല്ലാം എന്താണ്? ഈ പറയുന്ന വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. താപഫലം, ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഹീറ്റിംഗ് ഡിവൈസസ്, വൈദ്യുത താപന ഉപകരണങ്ങൾ അല്ലെ. എന്താ പറഞ്ഞ? വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു. അപ്പോൾ വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് എന്ത്? വൈദ്യുത താപന ഉപകരണങ്ങൾ. ഇനി ഈ പറയുന്ന ഹീറ്റിംഗ് ഡിവൈസസിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെ? ഇലക്ട്രിക് അയൺ അല്ലെ, ഇലക്ട്രിക് അയൺ ബോക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഹീറ്റർ ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ്. ഈ പറയുന്ന ഉപകരണങ്ങളിൽ ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് ഹീറ്റർ എന്നിവയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഉപകരണങ്ങളിൽ കാണുന്ന ഒരു ഭാഗമാണ്, പാർട്ടാണ് ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ഈ പറയുന്ന ഹീറ്റിംഗ് ഡിവൈസസിൽ കാണപ്പെടുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റിംഗ് കോയിൽ. അപ്പോൾ ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിക്രോമാണ്. നിക്രോം എന്ന് പറഞ്ഞാൽ അത് അലോയിയാണ്, ലോഹസങ്കരമാണ്. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മെറ്റൽസ് ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ കമ്പൈൻ ചെയ്തെടുക്കുന്ന പുതിയൊരു കോമ്പൗണ്ടാണ് എന്ത്? അലോയ്. മെറ്റൽസിനെ കമ്പൈൻ ചെയ്ത് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പേരാണ് എന്ത്? അലോയ്, ലോഹസങ്കരം. ഒന്നിലധികം ലോഹങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന ലോഹത്തിൻ്റെ ഒരു കൂട്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ലോഹങ്ങൾ ഇതൊക്കെയാണ്. നിക്കലുണ്ട്, ക്രോമിയം ഉണ്ട്, അതേപോലെ അയൺ ഉണ്ട്. നിക്കൽ, ക്രോമിയം, അയൺ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നിക്രോം. അപ്പോൾ ഈ പറയുന്ന നിക്രോമാണ് എന്തിൽ കാണപ്പെടുന്നത്? വൈദ്യുത താപന ഉപകരണങ്ങളിൽ, ഹീറ്റിംഗ് ഡിവൈസസിൽ കാണപ്പെടുന്നു. എന്തിനാണ് ഇത് വച്ചേക്കുന്നത്? വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ആ വൈദ്യുതിയിൽ നിന്ന് താപഫലം വഴി ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ അഥവാ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നിക്രോം അല്ലേ. ഡ്യൂറിങ് ദ ടൈം ഓഫ് പാസിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി the heat will be generated in the heating coil due to the heating effect of electricity. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ഹീറ്റിംഗ് കോയിൽ അഥവാ നിക്രോം. ഇനി പറയുന്ന ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന് അല്ലെങ്കിൽ ആ പറയുന്ന വസ്തുവിന് ഉണ്ടാകേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറയുന്നത്. നോക്കാം. ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമത്തത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്.
ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഉയർന്ന ദ്രവണാങ്കം. അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു വസ്തുവായിരിക്കണം എന്തിനായി എടുക്കേണ്ടത്? ഹീറ്റിംഗ് കോയിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് ഹൈ റെസിസ്റ്റിവിറ്റി. ഉയർന്ന റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റിവിറ്റി നമുക്കറിയാം അല്ലേ? അതേപോലെ മെൽറ്റിംഗ് പോയിന്റും അറിയാലോ. മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് ആണ് എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ചുട്ട് പഴുത്ത് വളരെയധികം നേരം നിലനിൽക്കാനുള്ള കഴിവാണ് അടുത്ത പോയിന്റ്. അപ്പോൾ 3 പോയിന്റുകൾ പറഞ്ഞു. ഒന്ന് മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ദ്രവണാങ്കം. അതുപോലെ ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി. എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ചുട്ടുപഴുത്ത അവസ്ഥയിൽ വളരെ നേരം തുടരാനുള്ള എന്താണ് കഴിവ്. അപ്പോൾ ഇതിൽ റെസിസ്റ്റിവിറ്റി നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള റെസിസ്റ്റിവിറ്റി. അതൊന്ന് പറയാം. അതായത് റെസിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്? പ്രതിരോധം. ഒരു ചാലകത്തിൽ വൈദ്യുതി കടന്നു പോകുന്നതിനെതിരെയുള്ള ഒരു തടസ്സം അല്ലേ ആണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ ഹിൻഡ്രൻസ് ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ടുവേർഡ്സ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ തടയുന്ന ഒരു പ്രതിഭാസം ആണ് എന്തെന്ന് പറയുന്നത്? ആ കണ്ടക്ടറിന്റെ ചാലകത്തിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഒന്ന് ലെങ്ത്, അടുത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? നീളവും ഛേദതല പരപ്പളവും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആർ പ്രപ്പോർഷണൽ ടു എൽ ബൈ എ. ലെങ്ത് ബൈ ഏരിയ. അപ്പോൾ ലെങ്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, നേർ അനുപാതവും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് വിപരീത അനുപാതവും അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടും. ഒരു ചാലകത്തിന്റെ നീളമാണ് വർദ്ധിക്കുന്നതെങ്കിൽ അവയിലെ പ്രതിരോധം എന്ത് ചെയ്യും? കൂടും. എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുകുന്ന എന്ത് ചെയ്യും? വൈദ്യുതി കടന്നു പോകുന്നത് വളരെ കുറവായിരിക്കും. റെസിസ്റ്റൻസ് കൂടുതലെന്ന് പറഞ്ഞാൽ എപ്പോഴും വൈദ്യുതിക്ക് അതെന്താണ്? വിപരീതമാണ്. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടുമെന്ന് പറഞ്ഞു? റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുമെന്ന് പറഞ്ഞു. ഇനി എടുക്കുന്ന കണ്ടക്ടർ അഥവാ ചാലകം വളരെ കട്ടിയുള്ളതാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം റിലേഷൻ എന്താണ്? ഏരിയ കൂടുമ്പോൾ പരപ്പളവ് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഒരുപാട് ഒഴുകും. അപ്പോൾ നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും അല്ലെ? പ്രതിരോധം കൂടും. ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഇനി റെസിസ്റ്റൻസും കറണ്ടും തമ്മിലറിയാം, ഒന്നും മറ്റൊന്നിന് എന്താണ്? വിപരീതമാണ്. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ത് ചെയ്യും? കുറയും. നമുക്കറിയാം. ഇങ്ങനെ ഇരിക്കുന്ന പ്രപ്പോർഷണാലിറ്റി ഏതാണ്? ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ ബൈ എ. ആർ നേർ അനുപാതത്തിലാണ് ലെങ്ത് ബൈ ഏരിയ അല്ലെ? നീളം ഭാഗം എന്താണ്? ഛേദതല പരപ്പളവ്. അപ്പോൾ ഇവിടെ ആർ ഈക്വൽ ടു എന്തെഴുതാം? അതായത് മാക്സിലെ റൂളാണ് എന്താ? പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ വയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് കൊണ്ടുവരണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം, സ്ഥിരസംഖ്യ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന സ്ഥിരസംഖ്യയുടെ പേരാണ് റോ. ഗ്രീക്ക് ലെറ്റർ റോയാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്നാവും അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ റോ? ഇവിടെ കൊണ്ടുവന്ന കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യ റോയുടെ പേരാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അതാണ് റെസിസ്റ്റിവിറ്റി. എന്താണ്? ഒരു ചാലകത്തെ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു പ്രത്യേകതരം കോൺസ്റ്റന്റ്. ഒരു മെറ്റീരിയലിന്, ഒരു കണ്ടക്ടറിന് ഈ പറയുന്ന റെസിസ്റ്റിവിറ്റി ഒരു ഫിക്സഡ് ആയിരിക്കും. അതിന് ഏത് കണ്ടീഷനായാലും അല്ലെ? ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്, ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ മീഡിയം വിൽ ബി കോൺസ്റ്റന്റ്. അപ്പോൾ മീഡിയം മാറുന്നതനുസരിച്ച്, ചാലകം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ റെസിസ്റ്റിവിറ്റി മാറും.
അപ്പോൾ അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. റെസിസ്റ്റിവിറ്റി നമ്മൾ ഒരു ഡെഫിനിഷനെ കൊടുത്ത് ഓർമ്മയുണ്ടോ? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ പറയുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത് 1 മീറ്ററും ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ആയി കഴിഞ്ഞാൽ അല്ലേ, ലെങ്ത് നീളം 1 മീറ്ററും ഛേദതല പരപ്പളവ് 1 മീറ്റർ സ്ക്വയറും ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? R ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ. അവിടെ എല്ലിന് 1 കൊടുക്കുന്നു, എക്ക് 1 കൊടുക്കുന്നു. അപ്പോൾ എന്താവും? R ഈക്വൽ ടു റോ എന്നാവും അല്ലേ. ബാക്കിയെല്ലാം ഒന്നാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും? R ഈക്വൽ ടു റോ എന്ന് കിട്ടും. അഥവാ റെസിസ്റ്റിവിറ്റി. എപ്പോഴാണ് റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസിന് തുല്യമായത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പ്രതിരോധത്തിന് തുല്യമായത് എപ്പോഴാണ്? അതിൻ്റെ നീളം 1 മീറ്ററും ഛേദതല പരപ്പളവ് 1 മീറ്റർ സ്ക്വയറും ആയിരിക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് തുല്യമായിരിക്കും. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ will be the resistance of the conductor if 1 meter length and 1 meter square area is taken for a conductor. ഒരു കണ്ടക്ടറിന്റെ നീളം 1 മീറ്ററും പരപ്പളവ് 1 മീറ്റർ സ്ക്വയറും ആയിരിക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ റെസിസ്റ്റിവിറ്റി വന്നപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കേണ്ട, ഇവിടെ ഹീറ്റിംഗ് കോയിലായി എടുക്കേണ്ട ഒബ്ജക്റ്റിന്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കണം? വളരെ കൂടുതലായിരിക്കണം. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് അറിയാം അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ഉരുകി പോകാത്തതുമായിരിക്കണം അല്ലേ. ഒരു മെറ്റൽ ലിക്വിഡായി പോകുന്ന ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കെമിസ്ട്രിയിൽ അറിയാം. അപ്പോൾ അവിടെ എടുക്കുന്ന ഹീറ്റിംഗ് കോയിലിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ വലുതായിരിക്കണം ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് ഹൈ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി വളരെ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അടുത്ത പോയിന്റ് എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ഇതാണ് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഒരു കണ്ടക്ടറിന് ഇരിക്കാനുള്ള സമയം കൂടുതലായിരിക്കണം. ഏതിന്? ഹീറ്റിംഗ് കോയിലാണെങ്കിൽ. എന്നാൽ മാത്രമേ അതെന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ? ഹീറ്റിംഗ് ഡിവൈസസിൽ വൈദ്യുത താപന ഉപകരണത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇതാണ് വൈദ്യുതിയുടെ താപഫലത്തിന് ഉപയോഗങ്ങൾ. ഇനിയുണ്ട് അടുത്ത ഈ പറയുന്ന ഹീറ്റിംഗ് കോയിലുള്ള ഉപകരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത വൈദ്യുത താപന ഉപകരണങ്ങൾ എന്തൊക്കെ? ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത ഹീറ്റിംഗ് ഡിവൈസസ് എന്തൊക്കെയെന്നാണ് അടുത്ത് പറയുന്നത്. നോക്കാം. ഒന്നാമത്തതാണ് മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവൻ നമുക്കറിയാവുന്ന അല്ലേ. രണ്ടാമത്തത് ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും ഒരുവിധം എല്ലാം കാണുന്നേ. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. ഇതിലെന്തില്ല? ഹീറ്റിംഗ് കോയിലില്ല. അതായത് നിക്രോം പോലെയുള്ള ഹീറ്റിംഗ് കോയിൽ എന്തില്ല? കാണാത്ത ഹീറ്റിംഗ് ഡിവൈസസ് ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോവേവ് ഓവൻ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നിക്രോം പോലെയുള്ള ഹീറ്റിംഗ് കോയിൽ ഇല്ലെങ്കിലും ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഹീറ്റിംഗ് ഡിവൈസസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് വൈദ്യുതി കടത്തിവിട്ട് ഹീറ്റിംഗ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു? പ്രാവർത്തികമാക്കി എടുക്കുന്നു. വൈദ്യുത താപന ഉപകരണങ്ങളാക്കി എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പേര് തന്നെയുണ്ട്. എന്താണ്? മൈക്രോവേവ് ഓവൻ അല്ലേ. മൈക്രോവേവ് ഓവൻ. അവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് മൈക്രോവേവിനെയാണ്. മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിൽ വരുന്നതാണ്. സൺലൈറ്റിലുള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത് മൈക്രോവേവ്. മൈക്രോവേവ്, റേഡിയോ വേവ്, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, വിസിബിൾ, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഒരു പാർട്ടാണ് എന്ത്? മൈക്രോവേവ്സ്. അപ്പോൾ ഈ പറയുന്ന മൈക്രോവേവ്സിൻ്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് മൈക്രോവേവ് ഓവൻ. കിട്ടി അല്ലേ? ഇനി ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അവിടെ എന്തില്ല? ഹീറ്റിംഗ് കോയിലില്ല. അപ്പോൾ അവിടെ പകരം ഒരു സംവിധാനം വേണം. ഇവിടെ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എഡ്ഡി കറണ്ട്. നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ് എഡ്ഡി കറണ്ട്. അതായത് ഒരു മെറ്റൽ കോറിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത്, മെറ്റലായിട്ടിൻ്റെ ഒരു കോറിനകത്തൂടെ എന്ത് ചെയ്യുന്നു? കറണ്ട് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ കോറിൽ
ഈ പറയുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഒരു എന്ത് ചെയ്യും, ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്, എഡ്ഡി കറണ്ട്. ശരിക്കും ഇതൊരു ലോസ് ആണ്. നമ്മൾ ഒരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോസ് ആണ്, എഡ്ഡി കറണ്ട് ലോസ് ആണ് സംഭവിക്കുന്നത്. കാര്യം നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഉണ്ടാകുന്ന കറണ്ടാണ് എന്ത്, എഡ്ഡി കറണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, എവിടെ ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത്. പറഞ്ഞതാണ് ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത ഹീറ്റിംഗ് ഡിവൈസസ് എന്തൊക്കെ, വൈദ്യുത താപന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? 2 എണ്ണം ഉണ്ട്. മൈക്രോ വേവ് ഓവനും അല്ലേ, അതേപോലെ ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവിൽ എന്താണ്, മൈക്രോ വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. വിസിബിൾ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സൺലൈറ്റിൻ്റെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോവേവ്സ്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന ഏതാണ്, എഡ്ഡി കറണ്ടാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഹീറ്റിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതിയുടെ താപഫലങ്ങൾ ഉപയോഗിച്ച് പ്രയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ബാറ്ററി, പോസിറ്റീവ് വലിയ വര, നെഗറ്റീവ് ചെറിയ വര അല്ലേ. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുള്ള ഒരു ബാറ്ററി ഒരു കണ്ടക്ടർ ഉപയോഗിച്ച്, ഒരു ചാലകം ഉപയോഗിച്ച് ഒരു ബൾബിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യും. ബൾബിലേക്ക് കണക്ട് ചെയ്യും. ഇത് ഒരു സ്വിച്ചിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യും. ഇനി എപ്പോഴാണോ ഞാൻ ഈ പറയുന്ന സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങും അല്ലേ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, വൈദ്യുതി ഇങ്ങനെ പ്രവഹിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന വൈദ്യുതി ബൾബിലൂടെയും കടന്നു പോകുന്നത് കൊണ്ട് അതെന്ത് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും, കത്തും. നമുക്കറിയാവുന്നേ. ഇനി നമുക്ക് മെയിൻ സപ്ലൈയിലോട്ട് വന്നാൽ അല്ലേ, അതിനൊരു ഫേസ് ഉണ്ട്, ഒരു ന്യൂട്രൽ ഉണ്ട്. ഫേസ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. ഈ 2 വയേഴ്സാണ് നമ്മൾ എവിടെ കാണുന്നത്, നമ്മളെ വീട്ടിലുള്ള പവർ സപ്ലൈയിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ നമ്മളെ നോർമൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്ന അതിനകത്തുള്ളത്. ഇതെന്താണ്, ഡയറക്റ്റ് കറണ്ടാണ്, DC ആണ്. ഇതെന്താണ്, AC ആണ്. ഇത് അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യും, ഡയറക്ഷൻ ഓൾട്ടർനേറ്റ് ആയി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 2 കേസിൽ ഫേസിൽ നിന്ന് ഒരു വയർ ഉപയോഗിച്ച് ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രലിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. ഒരിക്കലും ഫേസും ന്യൂട്രലും എന്ത് ചെയ്യാറില്ല, ഒരുമിച്ച് കൊണ്ടുവരാറില്ല, വിത്തൗട്ട് പ്രോപ്പർ കണ്ടക്ടർ ഇൻ ബിറ്റ്വീൻ ദം. ഇനി എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. ഷോർട്ട് സർക്യൂട്ടിങ്, നമ്മളൊരു സർക്യൂട്ട് ഷോർട്ടായെന്ന് പറയാറുണ്ട്. എപ്പോഴാണ്, അവിടുത്തെ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ അല്ലെങ്കിൽ DC-യിലെ അല്ലേ ബാറ്ററിയിലെ പോസിറ്റീവോ നെഗറ്റീവോ അവ തമ്മിലോ എപ്പോഴെങ്കിലും ഒരു വ്യക്തമായ പ്രതിരോധമില്ലാതെ, റെസിസ്റ്റൻസ് ഇല്ലാതെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട്. ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ഇല്ലാതെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ തമ്മിലോ ഫേസിലെ 2 അല്ലെങ്കിൽ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട്. ഇനി നമുക്ക് ലോറിയൊക്കെ പോകണുണ്ടല്ലേ, ലോറി പോകുന്നത്, ചില ലോറികൾ പോകുന്നത് കയറ്റമൊക്കെ കയറാൻ വളരെ പാടുപെട്ട് കയറുന്നതാണ്. അതിനകത്ത് അതിൻ്റെ ലോഡ് കയറ്റിയേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓരോ ലോറിക്കും അതിനകത്ത് കയറ്റാൻ പറ്റുന്ന ഒരു പ്രോപ്പർ കപ്പാസിറ്റി ഉണ്ട്. അതിനപ്പുറത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓവർ ലോഡിങ് ആണ് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഓരോ സർക്യൂട്ടിനും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന, താങ്ങാൻ കഴിയുന്ന ഒരു പവറുണ്ട്, പവർ വാട്ട് അല്ലേ. അപ്പോൾ ആ പവറിൽ കൂടുതൽ ആ പറയുന്ന സർക്യൂട്ടിലേക്ക് വൈദ്യുതി എത്തിയാൽ അതെന്ത് ചെയ്യും, ഓവർലോഡ് ആവും. നമ്മുടെ സർക്യൂട്ട് എന്ത് ചെയ്യും, ഡാമേജ് സംഭവിക്കും. ചിലപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്യുന്ന ഡിവൈസസ് എന്ത് ചെയ്യാം, നാശം സംഭവിക്കാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറേ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വയ്ക്കാറുണ്ട് അല്ലേ. സ്റ്റെബിലൈസർ വയ്ക്കാറുണ്ട്, സേഫ്റ്റി ഡിവൈസസ് പോലെയുള്ള കുറച്ച് ഫ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കാറുണ്ട്, MCB പോലെയുള്ള ഡിവൈസസ് ഒക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന എപ്പോഴാണ്, ഒരു സർക്യൂട്ടിൽ അതിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലുള്ള പവർ വരുന്ന സമയത്ത് ആ സർക്യൂട്ട് എന്ത് ചെയ്യും, ഓവർലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ പറഞ്ഞു, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്. ഷോർട്ട് സർക്യൂട്ട് എന്താണ്,
പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ അല്ലെ ബാറ്ററിയിലെ ടെർമിനലുകൾ തമ്മിലോ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ വ്യക്തമായ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് ഇല്ലാതെ എപ്പോഴെങ്കിലും ഘടിപ്പിച്ചാൽ ആ സർക്യൂട്ട് എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആവും അല്ലേ. ഇനി ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലും അധികം പവർ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സർക്യൂട്ട് ഓവർലോഡ് ആവും. ഇതാണ് എന്തെന്ന് പറയുന്നത്, 2 ഇലക്ട്രിസിറ്റിയിൽ 2 ടേംസ് അല്ലേ, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്. അടുത്ത ഒരു ടോപ്പിക്കാണ് സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് വരുന്ന സമയത്ത് ആദ്യം സപ്ലൈ കട്ടാവുന്നത് ഈ പറയുന്ന സേഫ്റ്റി ഡിവൈസസിലാണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ പറയുന്ന ഫ്യൂസിലാണെന്ന് കരുതാം അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ് എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുന്ന വൈദ്യുതി ആദ്യം എത്തുന്നത് എവിടെയാണ്? ഈ പറയുന്ന സേഫ്റ്റി ഫ്യൂസിലാണ്. സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ഈ സപ്ലൈ കട്ട് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറായ ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നു. അതായത് വൈദ്യുതിയുടെ താപഫലം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. അതായത് വൈദ്യുതി കടന്നു വരുന്ന സമയത്ത് ഈ പറയുന്ന ജൂൾസ് ലാ അനുസരിച്ച് അല്ലെ, ജൂൾ നിയമം അനുസരിച്ചുള്ള താപം അവിടെ എന്ത് ചെയ്യും? ഉണ്ടാകും. അപ്പോൾ നോർമലി സാധാരണ കേസിൽ ഒരു ഫ്യൂസിന് താങ്ങാൻ കഴിയുന്ന കുറച്ച് താപങ്ങളുണ്ട് അല്ലേ. ആ താപം എന്ത് ചെയ്യും? ഇത് വിസ്റ്റാൻഡ് ചെയ്യും. ആ ചൂടാവുകയും ചെയ്യും. ആ ചൂട് എന്ത് ചെയ്യും? സറൗണ്ടിങ്സിലേക്ക് അല്ലേ, ചുറ്റുപാടിലേക്ക് എന്ത് ചെയ്യും? അത് കൊടുത്തെന്ത് ചെയ്യും? ആ ഫ്യൂസ് എന്ത് ചെയ്യും? വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എപ്പോഴെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് വരുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് പവർ അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി കടന്നു വരുന്ന സമയത്ത് ഈ പറയുന്ന സാധാ രീതിയിൽ ഉണ്ടാകുന്ന താപത്തേക്കാൾ ഹീറ്റിനേക്കാൾ ഈ പറയുന്ന സേഫ്റ്റി ഫ്യൂസ് സുരക്ഷാ ഫ്യൂസ് ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫ്യൂസ് വയർ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അപ്പോൾ ഫ്യൂസ് വയറായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് ഒരു അലോയ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള അലോയ് ലോഹസങ്കരമാണ്. ഇവിടെ എടുക്കുന്നത് ടിൻ ലെഡ്, ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു ലോഹസങ്കരമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ പറയുന്ന ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ടിന്നും ലെഡും കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുണ്ടായിരിക്കേണ്ട മിനിമം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അല്ലേ. താഴ്ന്ന എന്താ ദ്രവണാങ്കം. അപ്പോൾ താഴ്ന്ന ദ്രവണാങ്കത്തിലായിരിക്കണം ഒരു ഫ്യൂസ് വയർ എന്ത് ചെയ്തേണ്ടത്? നിർമ്മിക്കേണ്ടത്. എന്തിനായിരിക്കും? വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യണം? ഈ ടിന്നും ലെഡും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരമായ അലോയ് ആയ ഫ്യൂസ് വയർ എന്ത് ചെയ്യണം? മെൽറ്റ് ചെയ്യണം. അപ്പോൾ മെൽറ്റ് ചെയ്താൽ മാത്രമേ ആ സർക്യൂട്ട് എന്ത് ചെയ്യൂ? കട്ടാവൂ. നമ്മൾ പണ്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്, ഫ്യൂസ് നമ്മളെ വീട്ടിലുള്ള സമയത്ത്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും കേസസിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഫ്യൂസ് വയർ എന്ത് ചെയ്യും? മെൽറ്റായി, കറണ്ട് സപ്ലൈ കട്ടായി. ഇങ്ങനെ സ്ഥിരം ഈ പറയുന്ന ഫ്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ കോപ്പർ വയർ എടുക്കുന്നു, കൊണ്ടുവന്ന് അതിനകത്ത് എന്ത് ചെയ്യുന്നു? ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ച് എന്ത് ചെയ്യുന്നു? ഫ്യൂസ് എടുത്തിടുന്നു. പിറ്റേയും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതേണൊക്കെ കട്ടാവുന്നു, പിന്നെ ഇതേണ കെട്ടി വെക്കുന്നു, കൊണ്ടിടുന്നു. അപ്പോൾ നമുക്ക് എന്നും ഇങ്ങനെ പോയി ഇങ്ങനെ ഫ്യൂസ് വയർ കെട്ടിയിടാനേ സമയമുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല കട്ടിയുള്ള ഒരു ഫ്യൂസ് വയർ എടുത്ത് കെട്ടി വെച്ച് ഫ്യൂസ് എന്ത് ചെയ്യുന്നു? അതിനകത്ത് വയ്ക്കുന്നു. അത് നല്ലതാണോ ചീത്തയാണോ? കറണ്ട് പെട്ടെന്ന് കട്ടാവില്ല, പക്ഷേ കറണ്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു തീരുമാനവും. അപ്പോൾ അതുകൊണ്ട് ഫ്യൂസ് വയർ പെട്ടെന്ന് മെൽറ്റ് ആവണം. നമുക്ക് താങ്ങാൻ കഴിയുന്ന അളവിലുള്ള വൈദ്യുതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? ഫ്യൂസ് കട്ടാവില്ല. ഫ്യൂസ് കട്ടാവണമെങ്കിൽ മെൽറ്റ് ചെയ്ത് ഉരുകി പോകുന്നത് എപ്പോഴായിരിക്കും? അതിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യുന്നത്? മെൽറ്റ് ചെയ്ത് സർക്യൂട്ട് കട്ടാക്കുന്നത്. അങ്ങനെ കട്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് വരുന്ന കറണ്ടുകളെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ഉപകരണങ്ങൾ എന്ത് ചെയ്യും? ഡിവൈസസിനകത്ത് വന്ന് കയറും, അതെല്ലാം അടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ടിൻ ലെഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഫ്യൂസ് വയർ കൊണ്ട് എന്ത് ചെയ്യാൻ? ഉപയോഗിക്കാം.
അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഫ്യൂസിൻ്റെ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് വരുന്ന സമയത്ത് അമിതമായി വരുന്ന വൈദ്യുതി നമ്മുടെ ഉപകരണങ്ങളിലേക്ക് എത്താതെ തടയുന്ന ഒരു സംവിധാനമാണെന്ത്? സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ്. അതിനകത്ത് ഉപയോഗിക്കുന്നത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ഒരു ലോഹസങ്കരമായ അതാണ് എന്ത് ചെയ്യുന്നത്? ലോഹസങ്കരമാണ് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകതയാണെന്ത്? ലോ മെൽറ്റിംഗ് പോയിന്റ്, താഴ്ന്ന ദ്രവണാങ്കം. ഇനി എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്? ഹൗ സേഫ്റ്റി ഫ്യൂസ് സേഫ് ഓർ മേക്കിംഗ് പ്രൊട്ടക്ട് അവർ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഓർ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? അമിതമായ വൈദ്യുതി വരുന്ന സമയത്ത് സേഫ്റ്റി ഫ്യൂസിലെത്തുകയും ജൂൾസ് ലാ വഴി അതിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ? അപ്പോൾ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന എമൗണ്ടിൽ കൂടുതൽ താപം അഥവാ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് വയർ കട്ടാവും അല്ലെങ്കിൽ മെൽറ്റ് ആവും. എന്ത് ചെയ്യും? വൈദ്യുതി സപ്ലൈ ചെയ്യും, കട്ട് ചെയ്യും. ഇതാണ് സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്താണെന്ന് പറഞ്ഞു, അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ? ഇനി ഒരു സർക്യൂട്ടിൽ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് എപ്പോഴും സീരീസ് കണക്ഷനിലാണ്, ശ്രേണി രീതിയിലായിരിക്കണം ഒരു ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യേണ്ടത്? ഘടിപ്പിക്കേണ്ടത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത്, ഘടിപ്പിക്കേണ്ടത്? ഉത്തരം ശ്രേണി രീതി, സീരീസ് കണക്ഷൻ അല്ലേ? അടുത്ത ഇനി നമ്മൾ പറയുന്ന ടേമാണ് ആംബറേജ്. ആംബറേജ് അതായത് ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പവർ ഈക്വൽ ടു എന്തെന്നറിയാം നമുക്ക്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നറിയാം അല്ലേ? പവർ ഈക്വൽ ടു VI ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ബൈ വോൾട്ടേജ് ആണ്. പവർ ബൈ വോൾട്ടേജ്, പവർ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ്. അപ്പോൾ ഈ പറയുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് എ സർക്യൂട്ട് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. ഒരു സർക്യൂട്ടിലെ പവറിൻ്റെയും നൽകിയ വോൾട്ടേജിൻ്റെയും വോൾട്ടതയുടെയും അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? ആംബറേജ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ആംബറേജ് ഈക്വൽ ടു എന്താണ്? വാട്ടേജ് ബൈ വോൾട്ടേജ്. അതതിൻ്റെ യൂണിറ്റ് വെച്ചാണ് പറയുന്നത്. ഓക്കെ, ആംബറേജ് എന്ന് പറയുന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞു. വാട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്, WATT, വാട്ട്, പവർ അല്ലേ? വോൾട്ട് എന്താണ്? വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് പവർ ഓഫ് എ സർക്യൂട്ട് ടു ദ വോൾട്ടേജ് അപ്ലൈഡ് ആണ് എന്തെന്ന് പറയുന്നത്? ആംബറേജ് അല്ലേ? ഒരു സർക്യൂട്ടിലെ പവറിൻ്റെയും അതിലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയും അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? ആംബറേജ്. അപ്പോൾ അത് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകപ്പെട്ട ഒരു റിലേഷനാണ് ആംബറേജ്. എന്താണ്? ദ റേഷ്യോ ഓഫ് പവർ ഓഫ് എ സർക്യൂട്ട് ടു ദ വോൾട്ടേജ് അപ്ലൈഡ് അല്ലേ? ഒരു സർക്യൂട്ടിലെ പവറിൻ്റെയും പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെയും വോൾട്ടേജിൻ്റെയും അല്ലെങ്കിൽ വോൾട്ടതയുടെയും അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? ആംബറേജ്. ഈ റിലേഷനോട് ഓർത്ത് ചെയ്യണം. പവർ ഈക്വൽ ടു അല്ലെങ്കിൽ ആംബറേജ് ഈക്വൽ ടു എന്താണ്? വാട്ടേജ് ബൈ വോൾട്ടേജ്.